ഒരു രാജകുമാരിയെ പോലെയായിരുന്നു അവൻ അവളെ കൊണ്ട് നടന്നിരുന്നത്. അവൾ ആവശ്യപ്പെടുന്നത് എന്തും അവൻ ചെയ്തു കൊടുക്കുമായിരുന്നു. അവൻ അവളോട് ഒരു തരം ഭ്രാന്തമായിട്ടുള്ള സ്നേഹമായിരുന്നു. ആ ഭ്രാന്ത് പക്ഷെ ഒരു ക്രൂരമായ കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതെ, സീരിയൽ നടിയായിട്ടുള്ള മല്ലികയുടെ മകളും വ്ലോഗറുമായിട്ടുള്ള ആൽമയുടെ കൊലപാതകത്തെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. 2 ദിവസം മുമ്പാണ് ഭർത്താവായ വിഷ്ണുവിന്റെ ബെഡ്റൂമിൽ വെച്ച് ആൽമയെ വെട്ടിക്കൊന്നത്. ഇരുവരുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 10 വർഷമായി. പക്ഷെ ഇതുവരെയും കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. ഈ കാര്യം പറഞ്ഞ് ഇടയ്ക്കിടെ വഴക്കുണ്ടാകാറുണ്ടെന്നും അങ്ങനെ ഉണ്ടായ വഴക്കിനെ തുടർന്നാണ് വിഷ്ണു ആൽമയെ കൊലപ്പെടുത്തിയതെന്നുമായിരുന്നു ആദ്യം പ്രചരിച്ച വാർത്ത. എന്നാൽ ആൽമയുടെ അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗമാണ് വിഷ്ണുവിനെ ആൽമയെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചതെന്ന രീതിയിലുള്ള വാർത്തയും പിന്നീട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ആൽമക്ക് ഒരുപാട് വളർത്തു മൃഗങ്ങളുണ്ട്. ഇവയെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് നടക്കുക, അവയുടെ ഫോട്ടോകളും വീഡിയോകളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക, ഇതൊക്കെയായിരുന്നു ആൽമയുടെ പ്രധാന പരിപാടി. ഇതിനിടയിൽ തന്നോടൊന്ന് സംസാരിക്കാൻ പോലും ആൽമ തയ്യാറാവാറുണ്ടായിരുന്നില്ല എന്നും അങ്ങനെ സൈ കെട്ട് താൻ അവളെ കൊല്ലുകയായിരുന്നു എന്നുമാണ് വിഷ്ണു പോലീസിൽ മൊഴി കൊടുത്തിരുന്നത് എന്നുമാണ് പറയപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം മേലെ മറ്റൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്, അവിഹിതം. അതെ, ആൽമയുടെ അവിഹിതമാണ് വിഷ്ണുവിനെ കൊണ്ട് ഇങ്ങനെ ഒരു കൊടുങ്കൈ ചെയ്യിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഏതൊരു ഡെലിവറി ബോയുമായിട്ട് ആൽമയ്ക്ക് വൈവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്നും ഇതറിഞ്ഞ വിഷ്ണു ഒരുപാട് തവണ ആൽമയോട് ആ ബന്ധത്തിൽ നിന്നും ഒഴിയാൻ പറഞ്ഞു എന്നും എന്നാൽ അതിന് കൂട്ടാക്കാതിരുന്നതോടെ ഒടുവിൽ ആൽമയെ വക വരുത്തുകയായിരുന്നു എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിന്റെ സഹോദരൻ എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോക്കാം. വിഷ്ണു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അല്ലേ? പിന്നെ അവൻ വെച്ചാലേ അവൻ എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷൻ്റെ കാര്യത്തിൽ അവൻ നല്ല പ്രൊഫഷണലാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ ഇവിടെ ആയിട്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം, വീട്ടുകാർ. കൊച്ചിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി മരിച്ചുപോയി. പുള്ളിയെന്ന് വെച്ചാൽ കുറച്ച് നല്ല ഫോർവേഡാണ് ഈ കാര്യങ്ങളിലൊക്കെ. ഇയാൾക്ക് കുട്ടികളുണ്ടാവാത്ത കാര്യം അറിയിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചത്. ആ സമയത്ത് അവന് പണ്ട് തൊട്ടേ അവന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പിന്നെ എല്ലാം പറഞ്ഞിട്ടാണ് എല്ലാവർക്കും പറയാം, അവരുടെ വീട്ടുകാർക്കും അറിയാം, അവളെ അമ്മയ്ക്ക് അറിയാം. അപ്പൊ വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന കാര്യം കല്യാണത്തിന് മുമ്പേ തന്നെ ആൽമയോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നു എന്നാണ് വിഷ്ണുവിന്റെ സഹോദരൻ പറയുന്നത് അല്ലെ? എന്നാൽ ഈ കാര്യത്തിൽ ആൽമയുടെ അച്ഛന് പറയാനുള്ളത് മറ്റൊന്നാണ്. അന്ന് കേട്ടോക്കാം. ഈ ആൽമ എങ്ങനെ അടുക്കുന്നത്? ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേറ്റങ്കര അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് BA പഠിക്കാൻ പോയപ്പോഴത്തേക്ക് കഴിഞ്ഞു. അത് PGക്ക് അവിടെ തന്നെ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് യമ അവിടെ പഠിപ്പിക്കാൻ പോയി, അധ്യാപനമായിട്ട് പോയി. അധ്യാപനം. അപ്പോൾ അങ്ങനെ ഇവിടെ കണ്ടിട്ട് ഇവളെ അച്ഛനായിട്ട് വന്നിട്ടാണ് എൻ്റെ ചോദിക്കുന്നത്. അധ്യാപകനും ശിഷ്യയായിരുന്നു അല്ലേ? അതെ, പഠിപ്പിച്ച വിദ്യാർത്ഥിയായിരുന്നു. ഇവർക്ക് വന്നിട്ട് മക്കളില്ല. കാരണം ഇവൻ എന്നറിയാം, ഈ കല്യാണത്തിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ഈ ചികിത്സ നടത്തിയിട്ടുണ്ട് ബെല്ലൂർ ഹോസ്പിറ്റൽ. വിഷ്ണു അപ്പോൾ അവിടെ നിന്ന് കൺഫേം ചെയ്തു മക്കളുണ്ടാവില്ല എന്നുള്ളത്. അത് ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു? ആർക്കും അറിഞ്ഞൂടാ. നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അൽമയ്ക്കും അറിയത്തില്ല. ആർക്കും അറിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു രഹസ്യമായിട്ട് വെച്ചിട്ടാണ് കുട്ടികളുണ്ടെന്നുള്ള കാര്യം രഹസ്യമായിട്ട് വെച്ച്. പിന്നെ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ നിർബന്ധമായിട്ട് കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. ആ ഡൈവേഴ്സ് ചെയ്യൂല എന്നുള്ള ഇത് വന്നപ്പോഴത്തേക്കാണ് ഇതിങ്ങനെയുള്ള സംഭവം. കേട്ടല്ലോ, വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന കാര്യം രഹസ്യമാക്കി വെച്ചിട്ടാണ് കല്യാണം കഴിച്ചത് എന്നാണ് ആൽമയുടെ പിതാവ് പറയുന്നത്. പിന്നീട് ആൽമ ഇത് മനസ്സിലാക്കി ഡിവോഴ്സ് ചോദിച്ചപ്പോഴാണ് അവളെ കൊലപ്പെടുത്തിയതെന്നും ആൽമയുടെ പിതാവ് പറയുന്നത്. വിഷ്ണുവിന്റെ സഹോദരൻ പറയുന്നു കുട്ടികൾ ഉണ്ടാവില്ല എന്ന കാര്യം കല്യാണത്തിന് മുമ്പേ പറഞ്ഞിരുന്നു എന്ന്. എന്നാൽ ആൽമയുടെ അച്ഛൻ പറയുന്നു ഈ കാര്യം മറച്ചു വെച്ചാണ് കല്യാണം നടത്തിയത് എന്ന്. ഇതിലിപ്പോ ഏത് നമ്മളിപ്പോ വിശ്വസിക്കാം? എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല, അതിനുള്ള ശേഷി ഇല്ല എന്നുള്ളൊരു കാര്യം ഏതെങ്കിലും ഒരാൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോടും വീട്ടുകാരോടും പറയുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം എല്ലാവരും മറച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇവര് തമ്മിൽ പ്രണയവിവാഹം ആയതുകൊണ്ട് തന്നെ മേ ബി പ്രണയിച്ചിരുന്ന സമയത്ത് വിഷ്ണു ആൽമയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ആൽമ തന്റെ വീട്ടുകാരോട് ഇതൊന്നും പറയണ്ട എന്ന് പറഞ്ഞായിരിക്കും കല്യാണം സെറ്റാക്കിയത്. അങ്ങനെ പല സാധ്യതകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്നാലും വിഷ്ണുവിന്റെ സഹോദരന് പറയാനുള്ളത് ബാക്കി കൂടി കേട്ടോക്കാം. നമ്മൾ സാധാരണയായിട്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ അറിയുന്നത്. ഇതിന് മുമ്പ് ഒരു ടെസ്റ്റ് നടത്തേണ്ട കാരണം അല്ല, ഇവര് എന്ന് വെച്ചാൽ കൊച്ചിന് അത്യാവശ്യം ഇവന്റെ ഫിസിക്കൽ ഇതിലൊക്കെ കുറെ ആങ്സൈറ്റി ഉണ്ടായിരുന്നു കൊച്ചിന്. അങ്ങനെ ആണ് ഒരു സംശയം തോന്നിയിട്ട് ഇവർ കൊണ്ടുവന്ന് പിന്നെ വലിയൊരു എന്തോ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നത്. അവൻ്റെ ലൈംഗിക അവയവത്തിന് മാറ്റങ്ങൾ വല്ലതും ചെറുതിലെ കാണുമായിരിക്കും. ഉണ്ടാവും. പിന്നെ മാംസന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ അത്യാവശ്യം ഈ സയന്റിഫിക് ജേണലും മറ്റതും മറിച്ചതും ഒക്കെ നോക്കുന്ന കൂട്ടത്തിലാണ്. പരിശോധിച്ചു, അത് ഉറപ്പാക്കി. അല്ല, ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത കുട്ടികൾ ഉണ്ടാവാത്തതിൽ മനനൊന്താണ് ഇങ്ങനെ ചെയ്തേക്കെന്ന് പറയാൻ ഒരു ഇതുമില്ല. കാരണം ഉണ്ടല്ലോ 10 വർഷം കഴിഞ്ഞില്ലേ, അങ്ങനെ ഒരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല. ഒരു അഡോപ്ഷനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു.
ഓക്കെ, അപ്പൊ വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന കാരണം കൊണ്ടല്ല ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതെന്ന് വിഷ്ണുവിന്റെ സഹോദരൻ തർപ്പിച്ച് പറയുന്നുണ്ട് അല്ലെ? പിന്നെന്തായിരിക്കും കാരണം? അവിഹിതം എന്നാണ് വിഷ്ണുവിന്റെ സഹോദരൻ പറയുന്നത്. അതൊന്ന് കേട്ടോക്കാം. അതൊരു കാരണമല്ല, പക്ഷേ ഈ കുട്ടിക്ക് ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഏകദേശം ഒരു സംശയമുണ്ട്. ഇല്ലീഗൽ ബന്ധം ഉണ്ട്, ഇപ്പം ഉണ്ട്. അത് പക്ഷെ അവ പറഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നമ്മൾ അവന്റെ ബ്രദറിന്റെ അടുത്ത് പറയുന്നത്. അവൻ പറയുന്നത് ആൽമയുടെ കാമുകൻ എന്ന് പറയുന്ന പയ്യൻ ഈ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്ന ഡെലിവറി ബോയ് ആണ്, അങ്ങനെ ബന്ധം സ്ഥാപിച്ചു. ഈ വീട്ടിൽ വന്നു പോകുന്ന കാര്യമൊക്കെ വിഷ്ണു അറിയുന്നുണ്ടാവുമോ? വിഷ്ണു അറിയുന്നത് ആരോ പറഞ്ഞിട്ട് കുറച്ച് കാലം എന്തോ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവളുടെ അടുത്ത് ചോദിച്ചു, വിഷ്ണു ചോദിക്കുന്നു, അവള് എഗ്രി ചെയ്യുന്നു. അവൾ എന്തൊക്കെ ചോദിച്ചു? നിങ്ങൾ ശരിയായിട്ട് ബന്ധപ്പെട്ടു? അതൊക്കെ അവന്റെ സുഹൃത്താണ്, എൻ്റെ അടുത്താണ് ഇവയെല്ലാം റിവീൽ ചെയ്തത്. നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. വിഷ്ണു ഭാര്യയോട് എന്തായിരിക്കും ചോദിച്ചേക്കുന്നത്? അത് അറിയില്ല. പക്ഷെ എന്തായാലും അവർ ഫിസിക്കൽ റിലേഷൻ നടത്തി വന്നു. ഇവന് ആകെ ഇതായില്ലേ, ഡെസ്പായപ്പോഴേക്കും ചോദിച്ചു റിലേഷൻ ഉണ്ടായിട്ടുണ്ടോന്ന്. അപ്പോൾ അവൾ എഗ്രി ചെയ്യുന്നതാണ് റിലേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു, ഞാനെങ്ങനെ ഇനി ആ ബെഡിൽ കിടക്കും, ആ റൂമിൽ എങ്ങനെ ഞാൻ ജീവിക്കും, ഇതുപോലെ വിശ്വാസ വഞ്ചന കാണിച്ചൊരു സ്ത്രീയുടെ ഇതിലേ അങ്ങനെ അവൻ അങ്ങ് ഡെസ്പായി പോയതാണ്. പിന്നെ പക്ഷെ അവനെ ഒരിക്കലും അവളെ കളയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അവൻ ഈ മറ്റേ ഷാജഹാൻ മുംതാസ് അതുപോലത്തെ ഒരു ബന്ധമായിരുന്നു അവർ. അതെ അതെ, ഷാജഹാനും മുംതാസും പോലെ ആയതുകൊണ്ടാണല്ലോ അല്ലെ ആ പെൺകുട്ടി അവൻ വെട്ടിക്കൊന്നിട്ടത്. എന്നാ പിന്നെ പെട്ടെന്ന് താജ്മഹൽ പണിയാലോ അവന്. വിഷ്ണുവിന്റെ സഹോദരനാണ് ഇതെല്ലാം പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സഹോദരൻ എന്തായാലും വിഷ്ണുവിനെ ന്യായീകരിക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ. പിന്നെ ആൽമക്ക് അവിഹിതം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം, അങ്ങനെ ഒരു അവിഹിത ബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായും ആൽമ അതിനുള്ളത് അനുഭവിക്കണം. പക്ഷെ അതിങ്ങനെ കൊലപാതകം ചെയ്തുകൊണ്ടായിരുന്നില്ല. ഒരാൾക്കും മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ അവകാശമില്ല. അവിഹിതം ഉണ്ടെങ്കിൽ വിഷ്ണു ആ ബന്ധം ഒഴിവാക്കണമായിരുന്നു. ഈ ലോകത്ത് ആദ്യത്തെ അവിഹിതമൊന്നുമല്ലല്ലോ. ഇവിടെ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെയാണ് ഇപ്പൊ അവിഹിതങ്ങൾ നടക്കുന്നത്. അങ്ങനെ അവിഹിതം കണ്ടെത്തി എല്ലാവരും ഇവിടെ പരസ്പരം വെട്ടിക്കൊല്ലാൻ നിന്നാണെങ്കിൽ ഒറ്റയടിക്ക് ഇവിടുത്തെ ജനസംഖ്യ പകുതിയെങ്കിലും കുറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അവിഹിതം ഒരിക്കലും കൊലപാതകത്തിന് ന്യായീകരണമാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വിഷ്ണുവിന്റെ സഹോദരന് പറയാനുള്ള ബാക്കി കൂടി കേട്ടോക്കാം. തിരിച്ചു കൊണ്ടുവരാൻ പലതും നോക്കിയില്ലേ? ഒരാളുടെ കൂടെ കിടന്നിട്ട് പോലും അയാൾ സഹിക്കാൻ ശ്രമിക്കാൻ ഓൺലൈൻ വഴിയുള്ള ബന്ധമായിരിക്കാമോ? എന്തായാലും വിഷ്ണു അറിയാലോ ആളെ. ഈ പൂച്ച വളർത്തുന്നുണ്ടല്ലോ, പെർഷ്യൻ ക്യാറ്റും മറ്റേ അതിന്റെ ഫുഡ് ഡെലിവറി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് വന്നത്. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവളുടെ മുമ്പിൽ എഴയുകയാണ് ചെയ്യുന്നത്. അവൾ എന്ത് പറയുന്നോ അതനുസരിച്ച് ഇവൻ ചെയ്യും. നിങ്ങൾ ഒരു ആ റൂമിൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു വീട് ചെയ്യേണ്ട പൈസ മൊത്തം അതിനകത്ത് ഫർണിഷിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും ഫെസിലിറ്റികൾ കാര്യങ്ങൾ എല്ലാം ആണ്. അവനെ സംബന്ധിച്ച് അവളൊരിക്കലും വിട്ടുപോകുന്നത് അവനെ ചിന്തിക്കാൻ പറ്റാത്തതാണ്. അവൻ്റെ ലോകമാണ് അവള് വരയ്ക്കുന്ന വര. അതിൻ്റെ അപ്പുറമൊന്നും അവൻ ഇതുവരെയും പോകത്തുമില്ല. അതായിരുന്നു ഞാൻ ഈ സംഭവത്തിനും ഒരു 3-4 ദിവസത്തിന് മുമ്പേ ഞാൻ കണ്ടതാണ്. ഇവർ രണ്ടുപേരും ഫാമിലിയായിട്ട് കാറിൽ ഒരു ഫംഗ്ഷൻ ഡോഗിനെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയാണ്. രാത്രിക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിൽ ഇവർക്ക് വേണ്ടി തന്നെയാണ് ഇത് വണ്ടി കയറ്റി ചിലപ്പം 11 മണിയുടെ ക്ലാസ് എടുത്തിട്ടായിരിക്കും ഇവൻ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റിന് പോകുന്നത്. മൃഗങ്ങളെ പോലും ഇഷ്ടപ്പെടാത്ത ഒരാൾ മൃഗങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതാണ് നമുക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി അവരെ. ഇയാൾ എന്തെങ്കിലും കാണാൻ പാടുള്ള സാഹചര്യത്തിൽ കണ്ടു കാണും അല്ലെ? അല്ലെങ്കിൽ ഇത്ര ഷോക്ക് ഉണ്ടാവത്തില്ല. 1 മാസത്തോളമായി അവൻ പല കൗൺസിലിംഗ് കൊണ്ടുപോയി. പിന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അയാളെ വിളിച്ചു പറഞ്ഞു ഇതിലൊന്ന് പിന്തിരിയണമെന്ന് പറയുന്നു. ഓപ്പോസിറ്റ് അയാളെടുത്ത് പറഞ്ഞു ഇത് പിന്തിരിയണമെന്ന് പറഞ്ഞു. ഇവന് വിടാൻ പറ്റത്തില്ല എന്നുള്ളത് കാര്യം. പിന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗൾഫിൽ ഈ കൊച്ചിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മനസ്സ് മാറുമെന്നുള്ള രീതിയിൽ പാസ്പോർട്ടും വിസയൊക്കെ എടുത്തു പോകാനുള്ള ശ്രമം ഒക്കെ നടത്തി. അതിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവനെ കണ്ടു അത് അവൾ മാത്രം പോകാനൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നു. പല ശ്രമവും നടത്തും. അവൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഞാനല്ല, ഇതെല്ലാം അവൻ്റെ കൂട്ടുകാരനാണ് പറയുന്നത്. കാരണം നമ്മളെടുത്ത് എനിക്ക് തോന്നുന്നു അവൻ്റെ ഫാമിലി ലൈഫ് ഫെയിലിയർ ആയെന്ന് നമുക്ക് കാണിക്കാൻ അവനൊരു മടിയുണ്ടായിരിക്കും സഹോദരന്മാരുടെ അടുത്തേക്ക്. അവൻ്റെ കൂട്ടുകാരുടെ അടുത്താണ് അവെല്ലാം റിവീൽ ചെയ്തത്. അതായിരുന്നു. അല്ല, ഇങ്ങനെ ഒരാളാരാന്ന് നിങ്ങൾക്ക് സൂചന കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല. നമുക്കൊരിക്കലും തെളിവില്ല. സോഷ്യൽ മീഡിയ പരിചയപ്പെട്ട ആരായിരിക്കാമോ? കൂട്ടുകാരോട് പറയാണോ? അതാണ് സോഷ്യൽ മീഡിയ പരിചയപ്പെട്ടതാണ്. പിന്നെ ഈ പൂച്ചയുടെ ഫുഡ് ഡെലിവറിക്കും ഈ പൂച്ചയെ നോക്കാനൊക്കെ വരുന്നതൊക്കെ അങ്ങനെയാണ് പരിചയപ്പെട്ട ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പൊ ആൽമയുടെ അവിഹിതക്കാരൻ ആരാണെന്നുള്ളത് ഇപ്പോഴും ഇവർക്ക് ആർക്കും അറിയില്ല അല്ലെ? അവിഹിതം ഉണ്ടെന്നറിയാം, ശാരീരിക ബന്ധം വരെ നടന്നു എന്നും അറിയാം, ഏതോ ഡെലിവറിക്ക് ചെയ്യുന്ന പയ്യനാണ് അവിഹിത കാമുകൻ എന്നും അറിയാം. പക്ഷെ ആളാരാണെന്ന് മാത്രം അറിയില്ല. എല്ലാ കാര്യങ്ങളും വിഷ്ണു കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു.
പക്ഷേ ഈ അവീത കാമുകൻ ആരാണെന്ന് മാത്രം പറഞ്ഞില്ല എന്നാണോ? എന്തായാലും അങ്ങനെ ഒരു കാമുകൻ ഉണ്ടെങ്കിൽ അത് ഒട്ടും വൈകാതെ പുറത്തു വരുമെന്നുള്ളത് ഉറപ്പാണ്. ആൽമയുടെ ചാറ്റ് ഹിസ്റ്ററി മാത്രം പരിശോധിച്ചാൽ മതിയാകും ആളെ പിടിക്കാൻ. അല്ല, പിടിച്ചിടും, വലിയ കാര്യമൊന്നുമില്ല. അവിഹിതം ഒരു ക്രിമിനൽ കുറ്റമല്ലാത്തത് കൊണ്ട് തന്നെ അവനൊന്നും ചെയ്യാനും കഴിയൂല. പിന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ അവിഹിതമാണ് കൊലപാതകത്തിന് കാരണം എന്ന് ഉറപ്പിക്കാം, അത്രയേ ഉള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.